വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് അന്താരാഷ്ട്ര സംഘടനയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്ന് ഇന്റർപോളും അടുത്തത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സും ആണ്. രണ്ടും പരീക്ഷകൾക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്റർപോളിനെ കുറിച്ച് പറയാനുള്ളത്? ഇന്റർപോൾ എന്ന് പറഞ്ഞാൽ കുറ്റാന്വേഷണ രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു കോപ്പറേഷൻ അഥവാ സഹകരണത്തിന് വേണ്ടി സ്ഥാപിതമായ കുറേയധികം രാജ്യങ്ങളുടെ പോലീസ് സംഘടനയെ വിളിക്കുന്ന പേരാണ് ഇന്റർപോൾ. അപ്പൊ കുറേയധികം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, 195 അംഗരാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്റർപോൾ എന്ന് പറയുന്ന പോലീസ് സംഘടന. കുറ്റാന്വേഷണ രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ സഹകരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കുറ്റവാളികളൊക്കെ പോകുമ്പോൾ അവരെ കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർപോൾ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് കേട്ടോ. ഇനി ഇന്റർപോൾ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചപ്പോൾ, അതായത് 1923 അത് രൂപീകരിക്കുകയുണ്ടായി. രൂപീകരിച്ചപ്പോൾ അതിന്റെ പേര് അങ്ങനെയായിരുന്നില്ല, ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്നായിരുന്നു. അപ്പൊ ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്ന പേരിലാണ് ഇങ്ങനെ ഒരു സംഘടന നിലവിൽ വന്നത്. ഈ സംഘടന 1956 ഇന്റർപോൾ എന്ന പേരിലായിട്ട് മാറി. അങ്ങനെ 1956 ഇത് ഇന്റർപോൾ എന്ന പേരിലേക്ക് മാറുകയാണ്. 1923 ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്ന പേരിൽ നിലവിൽ വന്ന സംഘടന 1956 ഏത് പേരിലായി? ഇന്റർപോൾ എന്ന പേരിലായി. ഈ ഇന്റർപോളിലെ അംഗസംഖ്യ നമ്മൾ പറഞ്ഞല്ലോ, 195 അംഗസംഖ്യയാണ്. ഇന്റർപോളിന്റെ ആസ്ഥാനം ഫ്രാൻസിലെ ലിയോൺസ് എന്ന് പറയുന്ന സ്ഥലമാണ്. എവിടെയാണ്? ഫ്രാൻസിലെ ലിയോൺസ് ആണ്. ഇന്റർപോളിന് സ്വന്തമായിട്ട് കുറച്ച് ഔദ്യോഗിക ഭാഷകളൊക്കെ ഉണ്ട്. ഒരു ഭാഷയല്ല, 4 ഭാഷയുണ്ട്. ഒന്ന് ഇംഗ്ലീഷ് ആണ്, അടുത്ത ഫ്രഞ്ച് ആണ്, അടുത്തത് സ്പാനിഷ് ആണ്, അടുത്ത അറബിക് ആണ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, അറബിക്, അങ്ങനെ 4 ഔദ്യോഗിക ഭാഷകളും ഇന്റർപോളിലുണ്ട്. ഇനി ഇന്ത്യയിൽ ആരാണ് ഇന്റർപോളിനെ പ്രതിനിധീകരിക്കുന്നത്? ഓരോ രാജ്യത്തും ഇന്റർപോളിനെ പ്രതിനിധീകരിക്കുന്ന പോലീസ് സംഘടനയുണ്ട്. ഇന്ത്യയിൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ CBI ആണ്. ഇത്രയാണ് ഇന്റർപോൾ. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അന്താരാഷ്ട്ര തലത്തിലെ കുറ്റാന്വേഷണ രംഗത്ത് സഹകരണം ഉറപ്പാക്കാൻ 195 രാജ്യങ്ങളുടെ ഒരു പോലീസ് സംഘടനയ്ക്ക് വിളിക്കുന്ന പേരാണ് ഇന്റർപോൾ. ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്ന പേരിൽ 1923 നിലവിൽ വന്ന ഈ സംഘടന 1956 ഇന്റർനാഷണൽ എന്താ പറയുന്നത്, ക്രിമിനൽ പോലീസിന് പകരം ഇന്റർപോൾ എന്ന പേരിലായി മാറി അല്ലെ. ഇനി ഇതിന്റെ ആസ്ഥാനം ഫ്രാൻസിലെ ലിയോൺസ് ആണ്. ഔദ്യോഗിക ഭാഷകൾ ഫ്രഞ്ച്, ഇംഗ്ലീഷ്, സ്പാനിഷ്, അറബിക് തുടങ്ങിയവയാണ്. ഇന്ത്യയിൽ ഇന്റർപോളിനെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? CBI ആണ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു, രണ്ട് സംഘടന പഠിക്കാം. അടുത്ത സംഘടന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആണ്. സ്കൗട്ടും ഗൈഡ്സും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്തിനാ വന്നത്? സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്കിടയിലും അതുപോലെ തന്നെ യുവാക്കൾക്കിടയിലും രാജ്യസ്നേഹം, സാമൂഹിക സേവനം തുടങ്ങിയവ വളർത്തുന്നതിന് വേണ്ടി നിലവിൽ വന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടനയുടെ പേരാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. ഇതിന്റെ പ്രത്യേകത, സ്കൗട്ട് പിന്നെ വന്നു, ഗൈഡ്സ് പിന്നെ വന്നു. അങ്ങനെയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്ന സംഘടന. സ്കൗട്ട് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും ഗൈഡ്സ് പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള സംഘടനയാണ്. ഈ സ്കൗട്ട് ഉണ്ടല്ലോ, ബേഡൻ പവൽ എന്ന് പറയുന്ന വ്യക്തി 1907 രൂപീകരിച്ച സംഘടനയാണ് സ്കൗട്ട്. 1907 ബേഡൻ പവലാണ് സ്കൗട്ട് രൂപീകരിച്ചത്. എന്നാൽ ഗൈഡ്സ് ആണെങ്കിലോ, ബേഡൻ പവലിന്റെ സിസ്റ്റർ ആണ്. അവരുടെ പേര് ആഗ്നസ് എന്നാണ്. ഈ ആഗ്നസിന്റെ ഹെൽപ്പോട് കൂടി പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗേൾ ഗൈഡ്സ് ആരംഭിക്കുകയാണ്? നമ്മുടെ ആഗ്നസും അതുപോലെ തന്നെ ബേഡൻ പവലും കൂടി ചേർന്നിട്ട്. അപ്പൊ അത് ഹെൽപ്പ് ചെയ്തത് ആഗ്നസ് ആണ്. അപ്പൊ ശരിക്കും ഗേൾസിന്റെ സംഘടന ആരംഭിക്കാൻ പവലിനെ സഹായിച്ച വനിത ആരാണ്? ആഗ്നസ് ആണ്. രണ്ടിന്റെയും ഇല്ലേ, ഇപ്പൊ അതൊന്നാണ്. ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ആസ്ഥാനം ജനീവയാണ്, സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ഇതിന് ഒരു ആപ്തവാക്യമുണ്ട്, തയ്യാറായിട്ടിരിക്കുക എന്നുള്ളതാണ്. ബി പ്രിപ്പയേർഡ്. എന്താണ് ബി പ്രിപ്പയേർഡ് അഥവാ തയ്യാറായിട്ടിരിക്കുക? അപ്പൊ ക്ലിയർ ആയില്ലേ? അന്താരാഷ്ട്ര തലത്തില് കുട്ടികൾക്കിടയിലും അതുപോലെ തന്നെ യുവാക്കൾക്കിടയിലും രാജ്യസ്നേഹവും സാമൂഹിക സേവനവും ഒക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകൃതമായിട്ടുള്ള സംഘടനയ്ക്ക് വിളിക്കുന്ന പേരാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു? സ്കൗട്ട് ബേഡൻ പവൽ എന്ന് പറയുന്ന വ്യക്തി 1907 ബേഡൻ പവലിന്റെ സിസ്റ്ററായ ആഗ്നസിന്റെ സഹായത്തോടെ ഗൈഡ്സ് 1910 രൂപീകൃതമായി. ആസ്ഥാനം എവിടെയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ? സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. ആപ്തവാക്യം ബി പ്രിപ്പയർഡ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, സ്കൗട്ട് ഗൈഡ്സ് എന്ന് പറയുന്നത് രണ്ടായിട്ട് തുടങ്ങിയിച്ചാലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന പേരിൽ ഒരു പേരിലാണ് പറയപ്പെടുന്നത്. രണ്ടിന്റെയും ആസ്ഥാനം ജനീവയാണ്. ബേഡൻ പവൽ സ്കൗട്ട് കൊണ്ടുവന്നു, ആഗ്നസ്
പവലിന്റെ സിസ്റ്റർ പവലിന്റെ സിസ്റ്ററിന്റെ സഹായത്തോടുകൂടി, ആഗ്നസ് എന്ന സിസ്റ്ററിന്റെ സഹായത്തോടുകൂടി എന്ത് കൊണ്ടുവന്നു? ഗേൾ ഗൈഡ്സ് കൊണ്ടുവന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ സ്കൗട്ട് ആൻഡ് ഗൈഡ്സും ഇന്റർപോളും. ക്ലിയർ ആവണില്ലേ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുക്കണത്? ചിലർ ബോർഡ് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. താമസിയാതെ തന്നെ നമ്മൾ ബോർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാം കേട്ടോ. ചില അസൗകര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബോർഡ് നിർത്തിയത്. അപ്പോൾ വീണ്ടും എത്രയും പെട്ടെന്ന് ബോർഡ് റീയൂസ് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.